ഹലോ മക്കളെ, അപ്പോൾ ദേ ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ സവാളയും ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള കുറച്ച് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞു. അതിന് ശേഷം ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ 2 തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചേക്കുക. വലിയ തക്കാളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പതുക്കെ ഞാൻ നമ്മുടെ സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ച് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ അവൈലബിൾ. കൂടുതലും ഈ പനീറൊക്കെ ചെയ്യുമ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ പനീറായിട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ ആ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പിട്ടിട്ട് ഈ ക്യൂബായിട്ട് അരിഞ്ഞ് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ക്യാപ്സിക്കം സവാളയും നമ്മൾ ഒന്നിച്ചാണ് വറുത്ത് മാറ്റുന്നത്. പക്ഷേ ക്യാപ്സിക്കത്തിന് വേവ് കുറച്ച് കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് സവാള ആദ്യം ഇട്ട് വഴറ്റുക. സവാള ഒരു പകുതി ഒന്ന് വഴണ്ട് സെറ്റാവുന്ന ടൈമിൽ നമുക്ക് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ മൊത്തത്തിൽ വഴറ്റിയെടുത്ത് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ സവാള പകുതിയായ ടൈമിൽ ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുത്തു. സോറി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാനൊരു 5 വർഷം മുന്നേ തൊട്ട് ഇങ്ങനെ പനീർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ എപ്പോഴോ ആരെയോ നോക്കി പഠിച്ചതാണ്, ഇനി ഓർമ്മയില്ല ആരെയാവുന്നു. പിന്നെ ഞാൻ കൂടുതലും പനീർ ബട്ടർ മസാല ആയിട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിങ്ങനെ വഴറ്റി അരയ്ക്കാനൊന്നും ടൈമൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാട്ടോ ഇത്. അപ്പം അങ്ങനെ പണ്ടെപ്പോഴോ പഠിച്ചതാണ് ഈ റെസിപ്പി. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചേർക്കും. പിന്നെ നമ്മളെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ചെയ്യുമ്പം കൂടുതൽ ജീരകം കാണും, ചെറിയൊരു മധുരം കാണും, കറക്കി തൈര് ചേർക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് കോമൺ ആണ്, മിക്ക കറികൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ പനീർ ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ. ഇത് അമൂലിൻ്റെ പനീറാണ് ഞാൻ എടുത്തത്. പിന്നെ അതേ എന്തായിരുന്നു ക്യാപ്സിക്കവും സവാളയും വഴണ്ടത് ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെക്കാം. പിന്നെ പനീർ തന്നെ കഴിച്ചു നോക്കിയപ്പോഴേ കുറച്ച് കയ്പുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് ചെറിയ രീതിയിലൊരു കയ്പുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ആ പാൻ തന്നെ നമ്മൾ സെയിം പാൻ തന്നെ എടുത്തിട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം കുരുമുളക്, ഒരു 4 ഏലയ്ക്ക, കുറച്ച് ജീരകത്തിൻ്റെ പൊടി. ഞാൻ പറഞ്ഞില്ലേ ഈ കറികളിലൊക്കെ ജീരകം മെയിനാട്ടോ. അപ്പം ക്രഷ് ചെയ്ത് ജീരകമായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പം നല്ല ജീരകം മൂത്ത മണം വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് നമ്മൾ കുഞ്ഞായിട്ട് കുറേ സവാള അരിഞ്ഞ് വെച്ചായിരുന്നല്ലോ, ഇതിലും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അരിയുക കേട്ടോ. എനിക്ക് മടിക്ക് ഞാൻ സ്പീഡിൽ അരിഞ്ഞുകൊണ്ട് എല്ലാം ഒരു സൈസൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. എല്ലാം വെന്തുടങ്ങി വയറ്റി പോകാനുള്ളതല്ലേ അല്ലേ, നിങ്ങൾ ചിന്തിച്ചാൽ മതി. എങ്കിലും അങ്ങനെയല്ല, നമ്മൾ ചെയ്യുമ്പം കുറച്ച് ഭംഗിക്ക് ചെയ്യാം, അപ്പോൾ കാണാനൊരു ലുക്കുണ്ടായിരിക്കും. പിന്നെ സവാള നന്നായിട്ടൊരു ബ്രൗൺ കളറാകുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചില്ലേ, അത് ഇതിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറണം. എന്നിട്ട് ഈ സവാളയായിട്ട് നന്നായിട്ട് ചേരണം. അപ്പം അങ്ങനെ അങ്ങോട്ട് വഴറ്റുക. അപ്പം ഞാനെന്താ പറഞ്ഞു വന്നേ, ആ പനീർ ഞാൻ ഒരു 5 വർഷം മുന്നേ കേട്ടോ, കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ കേട്ടോ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ പഠിച്ചു തുടങ്ങിയത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ ഏറിയാണ് ഫുഡ് ഉണ്ടാക്കാൻ കൂടുതൽ പഠിച്ചത്. വീട്ടിൽ ഇരിക്കുന്ന ടൈമിലൊന്നും ഒന്നും ചെയ്യൂലായിരുന്നു കേട്ടോ. എന്നിട്ട് ആ സവാള മൂത്ത് വന്നു കേട്ടോ. കഥയുടെ ഇടയ്ക്കൂടെ നമ്മൾ വ്യതിചലിച്ചു, അങ്ങനെ എന്തോ പറയുമല്ലോ അല്ലേ. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പൊടിയെന്ന് വെച്ചാൽ ഗരം മസാല കേട്ടോ. കുറച്ച് ഗരം മസാലയും അതിനൊപ്പം തന്നെ ജീരകത്തിൻ്റെ പൊടി നമ്മൾ വീണ്ടും ചേർക്കുക കേട്ടോ. ജീരകത്തിൻ്റെ പൊടി മസ്റ്റാണ് ഇങ്ങനെയുള്ള കറിക്ക്, അതൊരു പ്രത്യേക ഫ്ലേവർ തരും. ഇത് ഗരം മസാല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനും സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ ഒരു ഇതിൽ പറയാം, ഇതുവരെ ഒന്നും ഫ്ലോപ്പായിട്ടില്ല. അതെന്താണെന്ന് അറിയത്തില്ല, ഇൻട്രസ്റ്റോടെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പം എപ്പോഴും അത്യാവശ്യം നല്ല ഒരു എന്താ പറയണ്ടേ, എല്ലാവരിൽ നിന്നും സൂപ്പറാ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ
കേൾക്കാനുള്ളൊരു ദൈവാധീനം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലോപ്പായി പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ കൂടിപ്പോകും കേട്ടോ. പക്ഷേ അത് കൂടുതലും നമ്മുടെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഉപ്പ് കൂടിപ്പോകുന്നത്. മീൻകറിക്കൊക്കെ പ്രത്യേക ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ ദേ ആ ജീരകത്തിൻ്റെ പൊടി എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അരച്ച തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടുക. അരച്ച തക്കാളിക്ക് മുന്നായിട്ട് കുറച്ച് തൈര് ചേർക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ എന്ത് ചെയ്ത് അരച്ച തക്കാളിക്ക് ശേഷം കേട്ടോ ചേർത്തത്. എന്നിട്ട് ഈ തക്കാളി അരച്ച പേസ്റ്റും തൈരൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചങ്ങ് വേവിക്കുക കേട്ടോ. എണ്ണ തെളിയുന്നവരെ വേവിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ഇത്തിരി ഉപ്പൊക്കെ കൂടിയിട്ട് ഹസ്ബൻഡിന് കൊടുത്താലും ആളങ്ങനെ കുറ്റമൊന്നും പറയില്ല കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി നിശേ ഇനി ശ്രദ്ധിക്കണം എന്നേ പറയാറുള്ളൂ. അപ്പം നമ്മളുടെ വീട്ടിലായാലും നമ്മൾ പോയ വീട്ടിലായാലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിച്ച് അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് കൂടുതൽ ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം വരും കേട്ടോ. പിന്നെ എനിക്ക് എല്ലാത്തരം ഫുഡ് ഉണ്ടാക്കി നോക്കാനും നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതേ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഉണ്ടാക്കും കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പം തച്ചിൽ നിന്നുണ്ടാക്കും. പിന്നെ ഇപ്പോൾ കോക്കപ്പനുള്ളതുകൊണ്ട് കുറച്ചൊരു മടിയുണ്ട്. വേറെ ആരും ഇല്ല എന്ന് വെച്ചാൽ അവനെ ഒന്ന് കൈമാറാനോ എടുക്കാനോ ഒന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മടിയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഈ വക പരീക്ഷണങ്ങളല്ല, ഇത് പണ്ടുണ്ടാക്കിയതാണ്. ഹസ്ബൻഡിന് ഒരുപാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. കാരണം അച്ഛനും അമ്മയൊന്നും ഇങ്ങനെ പനീർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴും കടയിൽ പോകുമ്പോൾ കഴിക്കുന്നതല്ലാതെ നമ്മളങ്ങനെ വീട്ടിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ പണ്ടെപ്പോഴും ഒരു തവണ എന്തോ വാങ്ങിച്ചതാണ്, അല്ലാണ്ട് ഇപ്പോഴാട്ടോ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ല, എണ്ണ തെളിയുന്ന പോലെ ആ ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം, തിളപ്പിച്ചരച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ അത് ഇളക്കി നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആക്കുക. ഇനി അധികമൊന്നുമില്ല കേട്ടോ, കഴിയാറായി. ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് ഗ്രേവി നമുക്ക് വേണ്ടത്രമായി ആ ഗ്രേവി ഒന്ന് തിളച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ മുമ്പേ വറുത്ത് വെച്ചില്ലേ എന്താ ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ, അതെടുത്ത് ഇതിലോട്ട് തട്ടുക. എന്നിട്ട് പനീറുണ്ടല്ലോ, ആ പനീറും കൂടെ തട്ടുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ. കാരണം നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളൂ ആ സവാളയ്ക്കും. ആദ്യം വഴറ്റി സവാളയ്ക്കും പിന്നെ ആ ക്യാപ്സിക്കത്തിനും സവാളയും കൂടെ ഒന്നിച്ച് വഴറ്റിനൊക്കെ കുറച്ച് ഉപ്പൊക്കെയല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഉപ്പ് ചെക്ക് ചെയ്യേണ്ട ഈ ടൈമിലാട്ടോ. അതേ കണ്ടോ, വറുത്ത ആ ക്യാപ്സിക്കോ സവാള ആദ്യം ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഈ ഗ്രേവിയായിട്ട് മിക്സ് ആക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ പനീറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പനീറെല്ലാം കൂടെ ഫുള്ള് തട്ടി കേട്ടോ. ഞാൻ ഒരു കവറും തട്ടി, നമുക്ക് 2 നേരത്തേക്ക് എടുക്കാമല്ലോ. പിന്നെ വേറൊരു ഇതായിട്ട് ഉണ്ടാക്കാനൊന്നും ഞാൻ വെച്ചില്ല, അധികം ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ കഴിക്കാനും അമ്മയും അച്ഛനും ഞാനേ ഉള്ളൂ കേട്ടോ. അവർ അങ്ങനെ അധികം കഴിക്കുകയൊന്നുമില്ല, ഞാൻ തന്നെ കഴിക്കണം, അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് ഇനി വേണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ജീരകത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഗരം മസാല ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് എല്ലാം ഈ ടൈമിൽ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനിതിനകത്ത് കുറച്ചൊരു പുളിക്ക്, എനിക്ക് എല്ലാ കറികൾക്കും കുറച്ച് എരിവ്, പുളി, മധുരം അങ്ങനെ നിൽക്കുന്നതായിട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഹോട്ട് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ടൊമാറ്റോ സോസ് കേട്ടോ, മാഗിയുടെ. അപ്പോൾ അത് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്ത് എങ്ങനെയുണ്ട്. അച്ഛൻ ഉറങ്ങി കേട്ടോ. ഞാനിപ്പോൾ രാത്രിയിലാണ് കുക്ക് ചെയ്യുന്നത്. നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അതേ മല്ലിയില ഇട്ടില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റായിട്ട് ഇതേ മല്ലിയിലൊക്കെ ഇട്ട് ഫുൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പം അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ഞാൻ ചോദിച്ചു അമ്മ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് നമ്മളെല്ലാം ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ കറിയല്ലേ എന്ന്. അപ്പോൾ എന്തായി, സക്സസ് ആയി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ ഇങ്ങനെ സെയിം കറിയൊക്കെ അല്ലാണ്ട് ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പൊറോട്ടയുടെ കൂടെയും അതിനെക്കാട്ടി അടിപൊളിയാണ്. അപ്പം നാളെ രാവിലെ ഇവിടെ പൊറോട്ടയും പനീർ കറിയാണ്. അത് പിന്നെ എൻ്റെ വാട്ടൈ 8-നിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.